മൃദുലൊന്ന് ചിരിച്ചേ. നേരെ വാ നേരെ പോ പൊന്നേ, കണ്ണോണ്ടും ഉള്ളോണ്ടും കുടിക്കും താന്തോ നീ, താഴെ വീണ താങ്ങുകില്ലേ നീ. എല്ലാം ഭയങ്കര നോട്ടി ഫീല് വരണം. ചിരി എന്ന് പറയുമ്പോൾ സാർക്ക് അങ്ങനെ ഞാൻ ചിരിക്കുന്ന പോലെ സാർക്ക് ചിരിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കാതിലീറൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ, കോടമഞ്ഞും കോരി എന്നെ തേടുന്ന പൂവല്ലേ. ഒരു വരിയുണ്ട്, ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ. അതിന് നനയുന്ന സമയത്ത് നമുക്കൊരു വിറയലുണ്ടാവും. അപ്പൊ ആ ഒരു വിറയല് വോയിസിലും വരുത്തണം. ചെറുകിളി കൂടാണ് ഞാൻ, കടൽ കാറ്റേവാ കുളിരേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡയറക്ടർ വന്നിട്ട് ഈ വേർഡിന് ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആദ്യമായിട്ടാണ്. മറന്നു ഞാൻ ഇന്നെന്നെയും പ്രിയേ ഒഴുകിയലകളിൽ. ഹരിചരന്റെ പീക്ക് സാധനങ്ങൾ പാടുന്ന സമയത്തെ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു ഹൈയിലേക്ക് പോയില്ലേ. വാനം തോവുന്ന പൂങ്കുളിരേ, കണ്ടുപോ എൻ്റെ കാതലിയേ, കുമുദം പൂവേ വിടരുന്നു ഞാൻ പാടിയ പാട്ടുകൾ ശ്രേയാജി പാടിയതാണെന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട്. പോ 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 മോഹവഞ്ചക, നീ പാടും പാട്ടിനില്ല ഞാൻ, ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ദലമായി പനിനീർമലരായി വിരിയോ. CD-യിൽ ഇങ്ങനെ നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബി, അതില് നമ്മുടെ പേരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര 2 വർഷം മുമ്പ് വന്ന് പാടിയ കവർ സോങ് ആണ്. എന്നാ മാത്രം ഓടുന്നത്, എന്ത് ഓട്ടം ഓടുന്നത്. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. ഇനി ചെമ്മാനം ചോക്കുമ്പോ തുണ വരുമോ, ഒളിമങ്ങാത്ത ചിങ്ങാത്ത ചിരി തരുമോ, അമ്പാഴം തണലിട്ടൊരിട വഴിയിൽ തുന്നാരും തുഞ്ചത്ത് തന്നാടും തുമ്പിക്ക് തന്നാരം പാടി താളം മൂലാൻ. സോറി, ഏതോ ഒരു വരി വിഴുങ്ങി പോയിട്ടുണ്ട് ഞാൻ. ഗായിക മൃദുല വാര്യറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് മൃദുല. ഹലോ. മൃദുലെ കാണുമ്പോൾ തന്നെ ഓർക്കുന്ന വരികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയും ഇവിടെ. റഫീഖ് അഹമ്മദിന്റെ അസാധ്യമായ വരികളാണ്. ഷഹബാസമനും മൃദുലയും പാടുന്ന സമയത്ത് ഒരു പ്രാവശ്യം കേട്ടു തുടങ്ങിയാൽ 3 പ്രാവശ്യം കേൾക്കാതെ ഞാൻ മതിയാക്കില്ല. ഡൂപ്പടിച്ച് എനിക്ക് തോന്നുന്നു രാത്രികളിൽ തന്നെ ഞാനൊരു 100 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു മെഴുതിരിയുടെ നെറുകയിൽ അരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ എന്ന് പാടുന്ന സമയത്ത് കൂടെ പാടുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു ഹമ്മിങ് ഉണ്ട്, ഒരു മൂളലുണ്ട്. ഒരിക്കലും ഞങ്ങൾക്ക് അനുകരിക്കാൻ പറ്റില്ല. ആ മൂളലോട് കൂടി മൃദുല പാടുകയാണ്. അസാധ്യമായ പാട്ട്. ഞാൻ വൈശാഖിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈശാഖിൻ്റെ സിനിമകളിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസാണ് കുഞ്ചാക്കോവൻ ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരികൾ നിങ്ങൾ രണ്ടുപേരും പാടുമ്പോൾ ഉണ്ടല്ലോ, അതിനി എല്ലാ കാലവും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും, ആ ഫീലോടുകൂടി കേൾക്കുമായിരിക്കും. ആദ്യത്തെ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ടിനകത്തേക്ക് വീണതാണ്. ഇതുവരെയ്ക്കും കര കയറിയിട്ടില്ല. ഗസ്റ്റിനപ്പുറത്തേക്ക് ഞാൻ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളാണ് ഈ രാത്രികളിലും പകലിലും ഒക്കെ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പാടിക്കഴിഞ്ഞ് പോയി കേട്ടോ, ഞങ്ങൾ അവിടെ തന്നെ കിടക്കുക. നമുക്കത് പാടി തുടങ്ങാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഷോന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഞാൻ ചേട്ടൻ്റെ ഫാനാണ്, ആദ്യമേ പറയാലോ. ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞല്ലോ. കാരണം മറ്റുള്ള ഇന്റർവ്യൂന്നും എന്തോ വളരെ വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതെ, അത് വലിയൊരു കാര്യമാണ് അല്ലേ. പാട്ടുപാടി നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. തോഴി ഒരു നോവു പോലെരിയും നിതാ തിരേ, ഏതോ കിനാവിൽ മറയും നിതൻ
മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഞങ്ങൾക്ക് ഒരു സാധനം കൂടെ വേണം. ഹമ്മിങ്ങോട് കൂടിയാണ് രണ്ടാമത്തെ മൃദുല പാടുന്നത്. ഇംപ്രവൈസേഷൻ മറ്റേ മിഡ് പല്ലവി. ഓക്കെ ഓക്കെ. ഒരു സുഖമറവിയിൽ ഉരുകുകയാണെൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ. നിങ്ങൾ ഹമ്മിങ് പാടുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു എന്ത് രസമാണെന്നറിയോ. അതായത് നമ്മൾ അറിയാതെ ഇങ്ങനെ ഇരുന്നു പോയില്ലേ. ഇതൊരു സാധാരണ പുകഴ്ത്തലൊന്നുമല്ല. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഇത്രയും മനോഹരമായിട്ട് ഇപ്പം ശ്രേയ ഘോഷാൽ വന്ന് പാടാറുണ്ട്, നമ്മളത് പാടി കേൾക്കാറുണ്ട്. ഞാനത് എന്തുകൊണ്ട് എടുത്തു പറയുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ വോയിസ് സിമിലാരിറ്റി മാത്രമല്ല, നമ്മളെ എങ്ങനെയാണ് നമ്മളെ ഇതിനകത്ത് പെടുത്തുന്നതെന്നുള്ളതാണ്. ഒരു ഗായിക നമ്മളെ പെടുത്തണം. ഇപ്പം ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പല പാട്ടുകളിലും നമ്മൾ വീണു പോവും. ഇങ്ങനെ നമ്മളറിയില്ല, നമ്മൾ ഇങ്ങനെ വീണു പോവില്ല. അതേപോലെയാണ് ഈ പാട്ടിൽ വീണു പോവാത്ത ആൾക്കാരില്ല. ശരിക്കും പറഞ്ഞാൽ ഗോപി സുന്ദറിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു പാട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു മെലഡി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും അടിപൊളി. തീർച്ചയായിട്ടും വളരെ ഒരു എന്താ പറയുക, ഒരു ഹോണ്ടിങ് മെലഡി എന്നൊക്കെ പറയാം അല്ലേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പോസിഷനാണ്. പിന്നെ എനിക്കത് എടുത്തു പറയാനുള്ളത് ഡയറക്ടർ സാർ വൈശാഖ് സാറ് അവിടെ തന്നെ ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന്. സാറായിരുന്നു കുറേ കാര്യങ്ങളും ഇങ്ങനെ ഓരോ വരി പാടുന്ന സമയത്തും ഈ സിറ്റുവേഷനെ പറ്റി പറഞ്ഞു തന്നു. ടോട്ടലി ആ പാട്ടിനെ ഉൾക്കൊണ്ട് പാടണം, അതായിരുന്നു സാറിൻ്റെ ഉദ്ദേശം. അത് ഏത് പാട്ട് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന ഒരു കാര്യം, ആ സിറ്റുവേഷൻ ഇതാണ്, പാട്ട് മാക്സിമം ഉൾക്കൊണ്ട് പാടുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡയറക്ടർ വന്നിട്ട് ഈ ഓരോ വരിയും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ഈ വേർഡിന് ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ എന്തൊരു പറയാം, എനിക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം ഈ സോങ് ഇത്രയും നന്നായതിൽ ഡയറക്ടർ സാർ വൈശാഖ് സാറിന് വലിയൊരു ക്രെഡിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വൈശാഖ് ആദ്യം ചെയ്യാനിരുന്ന സിനിമയാണ് വിശുദ്ധൻ. ഒരു ചെറുകഥ പോലെയാണ് ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ചെയ്തിരിക്കുന്നത്. അതിനകത്താണ് ഈ പാട്ടുമൊക്കെ വരുന്നത്. ഭയങ്കര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് വിശുദ്ധൻ്റെ സെക്കൻഡ് ഹാഫ് അങ്ങനെ ആയിപ്പോയതെന്ന് വൈശാഖ് പറയുന്നുണ്ട്. എന്തായാലും അസാധ്യമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ എം ജയചന്ദ്രനിലേക്ക് വന്നാലും ശരിക്കും മഴയെ തൂമഴയെ ആ കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിൻ്റെ പാട്ടായിരുന്നു അത്. അതായത് ജയചന്ദ്രൻ സാറിനൊരു മാറ്റമുണ്ട്. അതായത് ഈ കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കുന്ന എന്ന് ഞാൻ പറഞ്ഞു. പിടിച്ചു നിൽക്കുന്നത് ഞാനല്ല, അവരാണ് എന്ന് സാർ എന്നോട് മറുപടി പറഞ്ഞു. ഈ മഴയെ തൂമഴയെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പാടി നടക്കുക. അതിൽ കണ്ടു എൻ്റെ കാതലിയെ എന്ന് സന്തോഷ് വർമ്മയുടെ വരികളാണ്. കാതലിയെ എന്ന് പ്രയോഗിക്കുന്നത് ശരിക്കും തമിഴിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആൾക്കാർ പാടി കേട്ടപ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര സുഖമാണ്. മൃദുലയ്ക്ക് അതിനകത്ത് കുറവാണ്, പക്ഷെ അതിൻ്റെ ആ കുറവുള്ള രണ്ടുപേരും ഒന്ന് മൂളാവോ? തീർച്ചയായിട്ടും. എപ്പോഴും എല്ലാവരും പറയാനുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ഹമ്മിങ് ഉണ്ട്. അതെ, അതാണ് അതിന്റെ പഞ്ച്. അത് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അതെ, അപ്പൊ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ പാടി പലരും ഇപ്പോഴും മഴ സീസൺ ആകുമ്പോൾ എല്ലാവരും പാടി ഇൻസ്റ്റഗ്രാമിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പാടി ടാഗ് ചെയ്യാറുള്ളൊരു പാട്ടും കൂടിയാണ്. മഴ സീസണിൽ എപ്പോഴും ഡെയിലി കേൾക്കാറുണ്ടത്. വലിയ സന്തോഷമാണത്. അതെ, ഹരിജനും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ത്രോട്ട് ഒന്നും അത്ര ഓക്കെ അല്ല, നല്ലോണം ട്രൈ ചെയ്യാം. ഇടില്ല. ദേനാ ദേരേനാ ദേനാ ദേരേനാ ദേരേനാ രദേനാ ദേരേനാ രദേനാ ദേരേ നാരദേ ദേരേ നാരദേ. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുപോ എൻ്റെ കാതലിയേ.
ഞാൻ മെയിൽ പോർഷനാണ് പാടിയത്. അതെ, മനസ്സിലായി. നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ. ശരിക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രശ്നമുണ്ട് കേട്ടോ, എങ്കിലും നമുക്ക് അതിന്റെ ഒരു സുഖമുള്ളൊരു സാധനമുണ്ട്. ഹരിചരന്റെ പീക്ക് സാധനങ്ങൾ പാടുന്ന സമയത്തെ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു ഹൈയിലേക്ക് പോയില്ലേ, ഭയങ്കര രസമുള്ളതാണ്. ലാലി ലാലിയാണ് ശരിക്കും മൃദുല എന്ന് പറയുന്ന ഗായിക അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ആ പോപ്പുലർ ആയിട്ടുള്ള ലാലി ലാലി കേൾക്കാത്തവർ വളരെ കുറവാണ്. ഒരു കാലഘട്ടത്തിന്റെ റിംഗ് ടോൺ കംപ്ലീറ്റ് ഈ ലാലി ലാലി ആയിരുന്നു. എവിടെ നോക്കിയാലും ഈ ലാലി ലാലി, എവിടെ തിരിഞ്ഞാലും അതായിരുന്നു. പക്ഷെ ലാലി ലാലിക്ക് അപ്പുറത്തേക്ക് അതിന് ഇടയ്ക്കുള്ള വരികളില്ലേ, അത് നിങ്ങൾ പാടിയിരിക്കുന്നതുണ്ടല്ലോ, അസാധ്യമായിട്ടാണ് പാടിക്കുന്നത്. അതൊരു സിംഗറെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ഇടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അത് പാടേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പ് ജയചന്ദ്രൻ സാറിൻ്റെ തന്നെയാണ് 19ാം നൂറ്റാണ്ടിലെ പാട്ടിലാണ് അവാർഡ് കിട്ടുന്നത്. ഇതിനും മെൻഷൻ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടായിരുന്നു, മറ്റേതിന് അവാർഡും ഉണ്ടായിരുന്നു. ഇത് സാറിൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. പിന്നെ സാറിൻ്റെ പാട്ടുകളിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെയാണോ മൃദുലയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ പാട്ടുകളിലൊക്കെ സാർ ഇങ്ങനെ പാടുന്നത് ഫീൽ ചെയ്യും, സാർ നിങ്ങൾക്ക് പാടിത്തരുന്നത് ഫീൽ ചെയ്യും. ചില എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഒക്കെ സാറ് കൊണ്ടുവരുന്നത്. സാറിനെ കുറിച്ചൊന്ന് പറയും. അത് തന്നെയാണ് നമ്മൾ ഒപ്പിയെടുക്കാറുള്ളത്. നമുക്ക് സാറിന്റെ റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് സാറ് പറയുന്ന പോലെ അങ്ങ് പാടുക എന്നുള്ളൊരു ജോലിയേ ഉള്ളൂ. ഓരോ പാട്ട് റെക്കോർഡിങ്ങിന് വിളിക്കുന്ന സമയത്തും ആ ഒരു ക്ലിയർ പിക്ചർ സാറിനുണ്ട്, എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഔട്ട്പുട്ട്, എങ്ങനെ ഉണ്ടാവണം എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട് സാർക്ക്. അപ്പം ഈ പാട്ടിന് വിളിച്ച സമയത്ത് തന്നെ സാറ് പാടി, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സാറ് പാടിയ ട്രാക്കാണ് എനിക്ക് അയച്ചു തന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് കോപ്പി ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് വളരെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയൊരു റെക്കോർഡിങ് സെഷനായിരുന്നു അത്. ഞാൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള, എൻ്റെ കരിയറിലുള്ള ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പാട്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള റെക്കോർഡിങ് സെഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ട്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു റെക്കോർഡിങ് സെഷനിന് ഒരു വരിയുണ്ട്, ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ. അതിന് നനയുന്ന സമയത്ത് നമുക്കൊരു വിറയലുണ്ടാവും. അപ്പോൾ ആ ഒരു വിറയൽ വോയിസിലും വരുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം പണ്ടൊക്കെ ഇങ്ങനെ പാട്ടുകൾ കേൾക്കുന്നു, പഠിക്കുന്നു, അതുപോലെ പാടുന്നു, കോപ്പി ചെയ്യുന്നു, അങ്ങനെ അല്ലാതെ ഈ നമ്മുടെ പുതിയതായിട്ടുള്ളൊരു പാട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ഒരു റെക്കോർഡിംഗ് സെഷനിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ONV സാറിൻ്റെ വരികളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ മാക്സിമം എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ ബിഗിനിങ് സ്റ്റേജാണ്, അപ്പം ഇത്രയും വലിയൊരു സോങ്ങാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സാറ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ വെച്ചാൽ അമ്മ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് അമ്മ. അപ്പോൾ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ പാടുന്ന പാട്ടാണ്. അപ്പം അതേ ഫീലിംഗ് ഉൾക്കൊണ്ട് ഞാൻ പാടണം. അപ്പോൾ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണ്. അതൊരു വലിയൊരു ചലഞ്ചാണ്. കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു ആ പാട്ട് പാടുന്ന സമയത്ത്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി വന്നു. അത് ഫുൾ ക്രെഡിറ്റും M ജയചന്ദ്രൻ സാറിന് തന്നെയാണ്. അത് കാരണം എന്താ വെച്ചാൽ ഓരോ വരിയും എങ്ങനെയാണ് പാടണമെന്ന് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പാടുക എന്നുള്ളൊരു സൂപ്പറായിട്ട് പാടി. എൻ്റെ അനുപല്ലവി ഒന്ന് പാടി തുടങ്ങാവോ? തീർച്ചയായിട്ടും. അമ്മ കുരുവി ചൊല്ലുമോരായിരം കുഞ്ഞി കഥകളുടെ തേൻകൂടിതായെന്നോമനെ ഒരു കുഞ്ഞുറുമ്പും മഴ നനയവേ വെൺപിറാവു കുട നീർത്തിയോ ചിറകുമുറ്റാപ്പൈങ്കിളി ചെറുകിളി കൂടാണ് ഞാൻ കടൽ കാറ്റേവ കുളിരേ. നിങ്ങൾ പൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഈ വോയിസിന് ഭയങ്കര ഒരു രസമുണ്ട്. എന്ന് വെച്ചാല് രസം മാത്രമല്ല, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വോയിസാണ്. ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മൾ ഒരു ഗായിക മുമ്പിലിരിക്കുമ്പോൾ പറയുന്നത്
നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മുമ്പിലിരുന്ന് പാടുമ്പോണ്ടല്ലോ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ഈ കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഭവം എത്രത്തോളം ഇതാണെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ മൈക്കിന് കഴിയണമെന്നില്ല. കാരണം നിങ്ങൾ റെക്കോർഡിങ്ങിൽ ഇരിക്കുമ്പോൾ അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത് സാധിക്കണമെന്നില്ല. പക്ഷെ കേൾക്കുന്ന സാധനം എന്ന് വെച്ചാൽ അത് അടിപൊളിയാണ്. ഇപ്പോൾ എക്സ്പ്രഷൻസ് വരുന്ന പാട്ടുകൾ ഈവൻ മേഘരൂപനിൽ ശരിക്കും ഈ ജോണറിൽ ശരിക്കും ചിത്ര ചേച്ചിയുടെ ചില വോയിസ് ഇപ്പം ഇളയരാജ സാറും അതേപോലെ നമ്മുടെ ശരത് സാറും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി മാലയം പാടുന്ന സമയത്ത് മാലയെ എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയോട് പറയുമ്പോൾ അപ്പോൾ ശരത് സാർ അത് കളിയിലാണ് പറയുന്നത്, അത് ഇറോട്ടിക് സോങ് ആണെന്ന് ചേച്ചിയോട് പറയുമ്പോഴും ചേച്ചിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് പിന്നെയും മനസ്സിലായില്ലെന്നാണ് സാറ് പറയുന്നത്. അപ്പം മേഘരൂപനിലെ പാട്ടിൽ ആ ഇറോട്ടിക് വരികൾ വളരെ കുറവാണെങ്കിലും എന്നാൽ അത് കുറച്ച് എക്സ്പ്രസീവാണ്, ഉള്ളിലല്ല വെച്ചേക്കുന്നത്, പുറത്തേക്ക് പറയുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങൾ കൊടുത്തേക്കുന്ന കുറേ ഭാവങ്ങളുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ആ ചെറിയ പോർഷൻസ് ഒക്കെ നിങ്ങളൊന്ന് അനുകരിച്ച് കാണണമെന്നാണ്. അത് അസാധ്യമായ പാട്ടാണ്. ആ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു സാധനം പാടിപ്പിച്ചില്ലെങ്കിൽ എന്നെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലും. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് ഇല്ലേ, അതാണ് ഒരു പക്ഷേ ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ വിജയവും ഇനി എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കാൻ പോകുന്നതും ആ അർത്ഥത്തിലാണ്. അത് നമുക്കൊന്ന് അനുകരിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അത് കാവാലൻ നാരായണൻ പണിക്കർ സാർ എഴുതിയതാണ് വരികൾ. അതെ അതെ, ഈ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് പഠിക്കാൻ പറ്റിയൊരു ഒരു റെക്കോർഡിംഗ് സെഷനായിരുന്നു. ശരത് സാർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക ഭയങ്കര സംഗതികളൊക്കെ ഉള്ളൊരു, പാടാൻ ഒരിക്കലും പറ്റാത്ത ഒരു പാട്ട്, അങ്ങനെയൊക്കെയായിരുന്നു ഞാനും വിചാരിച്ച് ചെന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ പെപ്പിയായിട്ട് പക്ഷെ എന്നാൽ ഒരുപാട് എക്സ്പ്രസീവായിട്ട് പാടേണ്ട ഒരു പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് മനസ്സിലായത്. കാരണം ഓരോ വരികളും പാടിക്കഴിഞ്ഞതിന് ശേഷം അവസാനം നിൽക്കുന്നത് ചിരിയിലായിരിക്കും. അപ്പം ആ ചിരിയും കറക്റ്റ് ആവണം, ബാക്കി പാട്ടിൻ്റെ വരികളുടെ എക്സ്പ്രഷൻസും വരണം. വളരെ ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞ. ഒരു സംഗതിയുള്ള പാട്ട് പാടുന്നതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം തോന്നിപ്പോയി എനിക്ക്. ഇങ്ങനെ പാടി ചിരിയിൽ അവസാനിപ്പിക്കണം. സാറ് തന്നെ പാടിത്തരുമായിരുന്നു. അത് ഭയങ്കര തമാശ. അതെനിക്ക് ചിരി വരുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ആവുമായിരുന്നു, ഭയങ്കര ആർട്ടിഫിഷ്യൽ ചിരിയായിരുന്നു. ഞാൻ ആദ്യം ചിരിച്ചു, പക്ഷെ എനിക്ക് പിന്നെ ഒരു ട്രാക്കിൽ വന്നു. എന്താ വേണ്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി. അപ്പോൾ പിന്നെ എന്തോ ശരിയായി. പക്ഷെ അത് എന്തോ ശരിയായെന്നല്ല, നിങ്ങൾ അസാധ്യ ഒരു പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. കാരണം ശരത് സാർ അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പൊ ചിത്ര ചേച്ചി എടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് സാറ് പറയുന്നുണ്ട്. നിങ്ങളാകുമ്പോൾ കുഴപ്പമില്ല, യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറയാൻ പറ്റും. ചേച്ചിയോട് ചേച്ചി എന്നുള്ളൊരു ഭാവവും കൂടെ ഉണ്ട്. അപ്പൊ അത് പറയാൻ വലിയ പാടായിരുന്നു എന്ന് പറയും. അപ്പോ മൃദുല എടുത്തത് കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോ എങ്ങനെയായിരുന്നു സാർ അത് പഠിപ്പിച്ചതെന്നൊന്ന് പറയാമോ? ആ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു തന്നു. വെരി ഇറോട്ടിക് ഒരു ഭാവം കൊടുക്കണം, എല്ലാം ഭയങ്കര നോട്ടി ഫീൽ വരണം, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ സ്ഥലത്തെ ഇംപ്രവൈസേഷൻ എങ്ങനെയാ പറഞ്ഞു തന്നത്? സാറ് പിന്നെ നല്ല സിംഗറും ആണല്ലോ. പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസും സാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചിരി എന്ന് പറയുമ്പോൾ സാർക്ക് അങ്ങനെ ഞാൻ ചിരിക്കുന്ന പോലെ സാർക്ക് ചിരിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സാറിന്റെ രീതിയിൽ ചിരിച്ചു. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ മാതിരി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിരി വരും, പല ടേക്കും ചിരി നന്നാവും, പാട്ട് പോവും, പാട്ട് നന്നാവും, അധികം പാട്ട് നന്നാവും, ചിരി പോവും, അങ്ങനെയായിരുന്നു. പിന്നെ അവസാനം രണ്ടും എങ്ങനെയൊക്കെയോ ഓക്കെ ആയി. അതിന്റെ ഇടയിൽ കൃഷ്ണേന്ദ്രൻ സാറിന്റെ ഡയലോഗ്സും ഭയങ്കര അതൊരു രസമായിരുന്നു കേട്ടോ. സാറ് പിന്നെ ഭയങ്കര നല്ല ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ആക്ടറാണ്, ഒരുപാട് ടാലൻസ് ഉള്ളിലുള്ള ഒരാൾ കൂടിയാണ്. പാടി വന്നിട്ട് ചിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് തന്നെ വരണം, അല്ലാതെ നമ്മൾ വേറെ ചിരിക്കുമ്പോൾ വേറെ ഫീൽ ആവും, ചിരി മാത്രമാകുമ്പോൾ വേറെ ഫീല് കിട്ടുള്ളൂ. അപ്പൊ അത് നിർബന്ധമായിരുന്നു സാർക്ക്. മൃദുലൊന്ന് ചിരിച്ചേ, ആ ചിരി അനുകരിച്ച് ചിരിച്ചേ. സാറ് പറഞ്ഞു തരുമ്പോ സാറിന് ഒരു ഐഡിയ കൊടുത്തല്ലോ. ആദ്യം എങ്ങനെയായിരുന്നു? വേറെ എന്തൊക്കെയോ ഭയങ്കര രാക്ഷസി ചിരിക്കുന്ന മാതിരിയുള്ള ചിരിയൊക്കെ, അങ്ങനത്തെ ചിരിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതല്ല, സാറിന്റെ റെക്കോർഡിംഗ് സെഷൻ ഭയങ്കര കോമഡി ആയിരുന്നു. സാറ് നന്നായിട്ട് ട്രോളുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു ലൈറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. സാറെന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇങ്ങനെ വിചാരിച്ച പോലെ പാടിയിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരുപാട് വഴക്കൊക്കെ പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ജോവിയൽ ആണ് സാറ്. അപ്പം റെക്കോർഡിംഗ് സെഷൻ അതുപോലെ തന്നെ കൂളായിട്ട് പോയി.
അപ്പൊ ഈ ചിരി ഞാൻ നോക്കാം ചിരി ഒന്ന് ട്രൈ. ഓ മറിമായൻ കവിയല്ലേ, നേരെ വാ നേരെ പോ പൊന്നേ, കണ്ണോണ്ടും ഉള്ളോണ്ടും കുടിക്കും താന്തോ നീ, തടത്താഴെ വീണ താങ്ങുകില്ലേ നീ, മതമോട് കൊതിയോട് തേൻ കുടിക്കാൻ വണ്ടു വന്നാലോ. ഓ ഓ ഓ ഓ തുണയാളൊത്താടി പാടും പൂക്കാലം, ഇണകൂടി സ്വപ്നം കാണും രാക്കാലം. പൊള്ളി, നിങ്ങൾ അടിപൊളി. നിങ്ങൾക്ക് ഡബ് ചെയ്യാം, കുറച്ച് ആക്ടിങ് ഒക്കെ ചെയ്യാൻ കേട്ടോ. ആ ഇപ്പൊ ആ പാട്ട് പാടിയതിനു ശേഷം എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ഡബും ചെയ്ത് നോക്കാന്നൊക്കെ. ആ അല്ല, നല്ല ശബ്ദമാണേ. അപ്പൊ ഡബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അതെ അതെ, പക്ഷെ ഡബിങ് എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രെയിൻഫുൾ ആണെന്ന് തോന്നുന്നു അല്ലേ. കുറച്ചുകൂടെ ടൈം എടുക്കും. ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഡബിങ്ങിന് ഒരിക്കലും പോകരുത് കേട്ടോ, വോയിസ് വളരെ സ്ട്രെയിൻ വരുന്ന ഒരു കാര്യമാണ്. ആ അതെ അതെ അതെ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് പോട്ടെ, നമുക്കത് വേണ്ട. നിങ്ങൾ വോയിസ് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, നമുക്ക് ഡബിങ്ങിന് പോണ്ട. ഈ ശരത് ഇപ്പൊ മൃദുല പാടാത്ത കൊതിയുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു പാട്ട്, കൊതിയുള്ള ഒരു പാട്ട് ഏതെന്ന് പറയാമോ? അയ്യോ ഒരുപാട് പാട്ടുകളുണ്ട്. മംഗളങ്ങൾ ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ആകാശദീപം എന്നും ഉണരുമിടമായോ, അത് രസമുള്ള കോമ്പോസിഷൻസ് ആണ്. സാറിന്റെ ഏത് പാട്ടാ? അയ്യോ എല്ലാം, കുറച്ച് പാട്ടുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ സാറിന്റെ. പക്ഷെ സാറ് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി എന്താണെന്ന് അറിയാമോ? ഞങ്ങളെ പോലുള്ള ബാത്റൂം സിംഗേഴ്സ് ഉണ്ട്, ഒരു തരത്തിലും വഴങ്ങൂല. ഈ മംഗളങ്ങൾ അറിയി എവിടെ പിച്ചിയും എങ്ങനെ തുടങ്ങുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയ്ക്കും ഒരു ഐഡിയ. അതെ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഈ ശ്രീരാഗമൊക്കെ എത്ര പേർക്കാണ് ഇഷ്ടം, പാടാൻ ഭയങ്കര ഇഷ്ടമാണ് കുറെ പേർക്ക്, പക്ഷെ പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന നമ്മൾ മറ്റേ അനുരാഗമൂലം കിനാവിലൊക്കെ നമ്മൾ ഒരുവിധം പിടിക്കും, അവിടെ തൊട്ട് പിടിക്കും, ബാത്റൂമിൽ പാടാൻ പറ്റും. പക്ഷെ എന്നിട്ട് ഈ മംഗളങ്ങളിൽ അതിന്റെ കൂടെ കിട്ടി ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ മാരുവില്ലൻ ഗോപുരങ്ങളില് വിദ്യാസാഗർ സാറിന്റെ എന്താ പറയാ, വിദ്യാസാഗർ സാറിന്റെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. മൃദുല പാടിയ ഈ പാട്ടിലും ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ടിന്റെ ഒന്ന് രണ്ട് വരികൾ പറഞ്ഞിട്ട് നമുക്ക് അതും കൂടെ പറയാം. വിദ്യാസാഗർ സാർ എന്ന് പറയുന്ന കമ്പോസർ, എനിക്ക് എന്താ പറയാ, വിദ്യാസാഗർ സാറിന്റെ ഒരു സോങ് ഒക്കെ ഞാൻ പാടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരും തന്നെ വിചാരിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ കുട്ടിക്കാലം മുതൽക്ക് എസ്പെഷ്യലി ടീനേജ് ആ ഒരു സമയത്താണല്ലോ സാറിൻ്റെ പാട്ടുകൾ കൂടുതലും നമുക്ക് മലയാളികൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം, ആ കോളേജ് സമയത്ത് ഒക്കെ ഒരുപാട് ഇങ്ങനെ നെഞ്ചിലേറ്റ് കുറേ എത്രയോ ജന്മമായ ഈ പാട്ടൊക്കെ ഒരുപാട്, അയ്യോ എന്താ പറയണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെ അത്രയും ലെജൻഡറി ഒരു കമ്പോസറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ് സാറിൻ്റെ. അത് മാത്രമല്ല, സാറിൻ്റെ കുറേ കോൺസേർട്സിൽ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ് കോൺസേർട്സ് ഉണ്ടായിരുന്നു, മലയാളം ഇവിടെ കൊച്ചിയിൽ. അതെ അതെ, വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോൺസേർട്ടിന് പോയ സമയത്താണ്, ചെന്നൈയിൽ ഉള്ളൊരു കോൺസേർട്ടിന് പോയ സമയത്താണ് ഈ പാട്ടിനെ വിളിക്കുന്നത്. അപ്പം കാർത്തിക് ചേട്ടനാണ് പാടുന്നത്. കാർത്തിക് ചേട്ടനെ വലിയൊരു ഫാനാണ്. ഞാൻ പാടിയിട്ടില്ല പുള്ളിക്കാരൻ്റെ കൂടെ, അപ്പോൾ അതും വലിയൊരു സന്തോഷമാണ്. അതെ അതെ അതെ, അയ്യോ വളരെ. അതേപോലെ തന്നെ എൻ്റെ ടീനേജ് സമയത്തൊക്കെ ഒരുപാട് കാർത്തിക് ചേട്ടൻ്റെ പാട്ടൊക്കെ ഞാൻ ഒരുപാട് കേട്ട് 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 ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട്. ഈ പാട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെപ്പി റൊമാൻറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഈ മാതിരി റോട്ടിക് എലമെൻ്റൊക്കെ അതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ പോർഷൻ മാത്രം പാടാം. പോ 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 മോഹവഞ്ചക, നീ പാടും പാട്ടിനില്ല ഞാൻ, കളിയും ചിരിയും വെറുതെ, മറുവാക്കിനു നിൽക്കരുതേ, മുറിവിന്നെരുവേറ്റരുതേ അരുതേ. ഓ ഹേ 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 മൗനസുന്ദരി, പോ 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 മോഹവഞ്ചക. പോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസം. മോഹവഞ്ചക നിങ്ങൾ പാടുന്ന സാധനമില്ലേ, അതൊരു ഡബ്ബിങ് സിനിമയുടെ വരികൾ പോലെ തോന്നും, പക്ഷെ ഭയങ്കര സുഖം അത് കേൾക്കാൻ.
ഭയങ്കര രസമുള്ള സാധനമാണ്. അതുപോലെ തന്നെ ചില ഡബ്ബിങ് സിനിമകളിലേക്ക് വേണ്ടി പാടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹിറ്റാവും. എനിക്ക് തോന്നുന്നു ഇളയരാജ സാറിന്റെ ആ പടം ഡബ്ബിങ് ആയിരുന്നില്ലേ, രുദ്രമാദേവി. ആ, അതിലൊരു 1-2 വരി പാടും. അത് വേറൊരു ടോണിലാണ് ആ സാധനം കിടക്കുന്നത്. ഓർമ്മയുണ്ടോ? നോക്കാം, പാട്ട് ഓർമ്മയുണ്ട്, വരികളാണ് ഒരു ഡൗട്ട്. നോക്കിട്ടൊന്ന് പാടും. കുമുദം പൂവേ വിടരുന്നു ഞാൻ, പൗർണമി വാനിൽ തെളിയുന്ന നാൾ, അരമണി മെല്ലെ കിലുങ്ങി, കുനുകുന വെള്ളിക്കൊലുസുകളിളകി, തരിവള കൊഞ്ചി ചിണുങ്ങി, വിരലുകൾ കൊണ്ടു കവിതകൾ എഴുതി, മധുര ഭാവനകൾ സുഖദവാഹിനികൾ കളകളമിളകുമ്പോൾ. അടിപൊളി. നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ടത് വേണ്ട കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു അമൃതയിലെ സൂപ്പർ സ്റ്റാറിലാണ് വരുന്നത് അല്ലേ? അതിന് മുമ്പ് കൈരളി ഗന്ധർവ സംഗീതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അമൃതയിൽ. അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു ആക്ച്വലി സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷൻ ആയിരുന്നു. അതില് ഉണ്ടായിരുന്നു ആദ്യം ഏഷ്യനെറ്റില്, എല്ലാത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ആ സമയത്ത് വരുന്ന ഷോയിൽ വരുമ്പോ അവരെല്ലാം എല്ലാ ഷോകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ റിയാലിറ്റി ഷോകളുടെ ശരിക്കും ഒരു കെട്ടിലും മട്ടിലും സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു വലിയൊരു സംരംഭം. അതാണ് കുറച്ചുകൂടെ അത് പോപ്പുലർ ആയത്. അതിൽ കൂടിയാണ് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് മൃദുല എന്ന് പറഞ്ഞ സിംഗർ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് എപ്പോഴാണ് അൽഫോൺസിന്റെ കയ്യിലെത്തുന്നത്? അൽഫോൺസ് സാറായിരുന്നു അതിന്റെ ഒരു ജഡ്ജിങ് പാനലിൽ ഒരാള് അൽഫോൺസ് സാറായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ സാർ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ബിഗ് ബി. അപ്പോൾ ആ സമയത്ത് അതേ സമയത്ത് തന്നെ ഗോൾ എന്ന് പറഞ്ഞൊരു മൂവിക്കും വേണ്ടി റെക്കോർഡിങ് വിദ്യാസാഗർ സാറിന് റെക്കോർഡിങ്ങിന് ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്നൈയിലുള്ള സമയമാണ്. അപ്പം സാർക്ക് അറിയാം, അൽഫോൺസ് സാർക്ക് അറിയാം ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു 2 ദിവസം മുമ്പേ ഇങ്ങനെ വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടാവുമല്ലോ മൃദുല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഗോളിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസമാണ് സാറിൻ്റെ ബിഗ് ബിക്ക് വേണ്ടി പാടുന്നത്. അത് ഞാനും അൽഫോൺസ് സാറിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് ആയിരുന്നു. അതെ, സാർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു മെൻറ്ററോ ഒരു ബ്രദറോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും. സത്യം പറഞ്ഞാൽ ഡെബ്യൂ മൂവി അതാണ് എൻ്റെ. അപ്പോൾ സാറിൻ്റെ ഒരു പ്രോജക്റ്റിൽ സാറിൻ്റെ കൂടെ തന്നെ ഒരു ഡ്യുവറ്റ് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മമ്മൂക്കയുടെ മൂവിയും അന്ന് CD ഒക്കെ ഉള്ള സമയമായിരുന്നു, CD ഇറങ്ങുന്ന. അപ്പോൾ CD-യിൽ ഇങ്ങനെ നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബി അതില് നമ്മുടെ പേരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര അതൊരു സിനിമയുടെ മാറ്റം തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ. ആ സിനിമ ഒരു ബെഞ്ച് മാർക്കായിരുന്നു ആ സമയത്തുള്ള മാറ്റത്തിൽ. നീരജ് സാറിന്റെ ഒരു പ്രത്യേകത ഉള്ള അല്ലേ, മേക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ആദ്യഘട്ടത്തിൽ തിയേറ്ററിൽ 10-15 ദിവസം ശ്രദ്ധിക്കപ്പെട്ടില്ല, പിന്നീട് രച്ച് കയറിയ പടമാണ്. ചില പടങ്ങൾ അങ്ങനെയാണ്, തിയേറ്ററിൽ ചിലപ്പോഴൊക്കെ ഈ പരീക്ഷണങ്ങൾ വീണു പോവാറുണ്ട്. അത് പറയുമ്പോഴും ഇപ്പോ ചെമ്പൂവേ പൂവേ ഇൻസ്റ്റയിൽ കിടന്ന് ഓടുക 2 വർഷം മുമ്പ് വന്ന് പാടിയ കവർ സോങ് ആണ്. എന്നാ മാത്രം ഓടുന്നത്, എന്ത് ഓട്ടം ഓടുന്നത്, ഇതെങ്ങനെ നിങ്ങൾ കുത്തിപ്പൊക്കിയ കേൾക്കട്ടെ. ഞാൻ ഉത്തരവാദിയല്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. അത് 2 വർഷം മുമ്പ്, 2 വർഷം മതിയോന്ന് എനിക്കറിയില്ല. അത് കുറെ മുമ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് അന്ന് അങ്ങനെ പോയി. പക്ഷെ എനിക്ക് ഇഷ്ടത്തോടെ ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. 3 സോങ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ ചെമ്പൂവേ വളരെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇംപ്രൊവൈസേഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഒരുപാട് ഇങ്ങനെ മാറ്റം വരുത്താത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ആ സമയത്ത് അത് വലിയ റീച്ചായില്ല. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതേതോ ഒരു ഇൻസ്റ്റാ പേജിൽ ഒന്നുകൂടെ അതൊന്ന് കുറച്ച് എഫക്ട്സ് ഒക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ടതാ. കയ്യിന്ന് പോയി. ഇത് ഓടുന്നതിനൊരു കണക്കുമില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ, എനിക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, മൃദുലയുടെ ചില പാട്ടുകൾ അങ്ങനെ ഉപയോഗിക്കും ആൾക്കാർ, ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അത് പോപ്പുലർ ആവും. അങ്ങനെയുണ്ട് കുറേ പാട്ടുകൾ അതുപോലെ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി ലാലി ലാലി ഒഴികെ വേറെ എല്ലാ, മഴയെ തൂമഴയും ഒഴികെ ബാക്കി എല്ലാ പാട്ടുകളും, ഹൃദയത്തിന് നിറമായി,
ഒരു മെഴുതിരിയുടെ വരെ റിലീസായ സമയത്ത് അങ്ങനെ റീച്ച് ആയിട്ടുള്ള പാട്ടുകളല്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും അത് എല്ലാവരും പാടി നടക്കുന്നു, നെഞ്ചിലേറ്റ് നടക്കുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ പെടുന്ന ഒരു പാട്ടാണ് ഞാൻ ജോബേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ജോബേട്ടൻ കമ്പോസ് ചെയ്ത് ജോബേട്ടനും ഞാനും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതും ഇതുപോലെ എല്ലാവരും യൂട്യൂബിൽ അതിൻ്റെ അടിയിൽ കമൻസ് കാണാം, അണ്ടർ റേറ്റഡ് സോങ്. പക്ഷെ അതിപ്പോൾ നല്ല കുറേ വീഡിയോസിലൊക്കെ അത് സോങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലരും റീൽസ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പം വലിയ സന്തോഷമാണ്. അപ്പം അന്ന് റീച്ച് ആയില്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഗിരീഷേട്ടൻ എഴുതിയ ചെമ്പൂവേ പൂവേ ഒരു ഇറോട്ടിക് സോങ് ആണെന്നുള്ളത് അറിയാവോ? അതെ, പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറയാറുണ്ട്. ഗിരീഷേട്ടനെ നേരിട്ട് കണ്ട് ചോദിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഭയങ്കര രസമാണ്, നല്ല വരികളുമാണ്. ഇളയരാജ സാർ അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെ എഴുതാൻ ഗിരീഷ് പുത്തഞ്ചേരി സാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഭയങ്കര ആ ഒരു ഇറോട്ടിക് എലമെന്റ് കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ ആണ്. അതെ 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 അതെ. പാട്ട് ആദ്യം കേൾക്കുന്ന സമയത്ത് വണ്ട് തേൻ കുടിക്കാൻ പോകുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ചിലച്ചിലമ്പുലഞ്ഞോ ചമയങ്ങൾ അഴിഞ്ഞോ അകത്തിൽ തളത്തിൽ നിലവിൾ കണഞ്ഞു, അപ്പൊ പിന്നെ നിങ്ങൾ റിവേഴ്സ് വാ എന്ന് പറഞ്ഞു ഇനി നിങ്ങളൊന്നുകൂടെ കേട്ടു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം. അപ്പൊ ശരിക്കും ചിത്ര ചേച്ചി ഈ പാട്ട് പാടുന്ന സമയത്ത് ചിത്ര ചേച്ചി അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നില്ല. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഭാവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ചേച്ചിക്ക് ഭയങ്കര ഒരു ഇതുള്ളതാണ്, ഷൈ ആയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെയാണ് മൃദുലയുടെ മകള് പാടുന്നുണ്ട്. ഈ ഹസ്ബൻഡും പാട്ടുകാരനാണ്, പക്ഷെ നിങ്ങൾ പുറത്തിറക്കുന്നില്ല. അതെന്താ? നിങ്ങൾ ഒതുക്കി വെച്ചൊക്കെയാണല്ലേ ആ ഗായകനെ? അങ്ങനെ പറയരുത്. ആള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് മാത്രല്ല, ഡാൻസ്, സകലകലാവല്ലഭൻ, കവിത എഴുതും, കോമ്പയറിങ്, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ പോലെയൊന്നും അല്ല, ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ഫുൾ സ്റ്റഡീസിലായി. MD ചെയ്യുന്നു, MDക്കുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെ പഠിത്തം എന്നുള്ളതിലേക്ക് പോയി. പിന്നെ ഇപ്പോഴാണ് ഒന്ന് എനിക്ക് ആ പാട്ട് പാടിയ കൊള്ളാം അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അല്ല, ഒരു ഗായിക മതിയോ നീ വീട്ടിൽ? അതല്ല, എൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അത് വേറെ ആർക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെ സ്പൗസ് പാടുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, പാടുന്ന സമയത്ത് ഇങ്ങനെ കറക്ഷൻസ് പറഞ്ഞു കൊടുക്കും ഞാൻ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിർത്തും. എന്നുവെച്ചാ കുറേ കറക്ഷൻസ് പറയുമ്പോൾ അടുത്തിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കറക്ഷൻസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ ആ പാട്ട് എങ്ങനെയാണോ പാടേണ്ടത് അതുപോലെ തന്നെ വരണം. അപ്പോൾ ഞാനത് ചിന്തിക്കാതെ പറയുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും, ആ കറക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് ചോദിക്കണത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ പോവുള്ളൂ. പക്ഷെ ഞാൻ എൻകറേജ് ചെയ്യും, ഞാൻ പഠിപ്പിച്ചു തരാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ക്ഷമ കുറച്ച് കുറവാണ് ആൾക്ക്. ഇനി ഇരുന്നിങ്ങനെ പഠിക്കാനൊന്നും വരുമൊന്നുമില്ല. അത്ര മതി, അത്ര. ഞാനാണ് കുറച്ച് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ രണ്ടും കൂടെ ചേരായിക ഉണ്ട്. ഈ മൈത്രയെ പഠിപ്പിക്കുന്നത് മൃദുലയാണോ അതേ ഹസ്ബൻഡാണോ? രണ്ടുപേരും പഠിപ്പിക്കാറുണ്ട്. ആളിങ്ങനെ പല പാട്ടുകളും പ്ലേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ കറക്ഷൻസ് ഒക്കെ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് അധികവും. പിന്നെ ഈ പറഞ്ഞ മാതിരി പെർഫെക്ഷനിലേക്ക് അടുക്കണം എന്ന് എപ്പോഴും ഞാൻ പാട്ട് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് മാക്സിമം എന്നെ കൊണ്ടാവുന്ന പോലെ പെർഫെക്റ്റായിട്ട് ആ പാട്ടിനെ വൃത്തികേടാക്കാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് പാടണം എന്നുള്ളൊരു നിർബന്ധം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മോൾക്ക് മാത്തു എന്നാണ് ഞാൻ വിളിക്കുക. മാത്തുവിനും ഇതേപോലെ തന്നെ മാക്സിമം അവളുടെ ഏജിന് പറ്റാവുന്ന പെർഫെക്ഷനിൽ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് എപ്പോഴും പഠിപ്പിക്കാറുള്ളത്. ഈ നേരത്തെ നമ്മൾ ശ്രേയ ഘോഷാലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ശ്രേയയുടെ ശബ്ദവും അതേപോലെ മൃദുലയുടെ ശബ്ദവും സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. ഈ ശ്രേയയെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജയചന്ദ്രൻ സാറാണ്. ഒരുപക്ഷെ മൃദുലയ്ക്ക് നല്ല പാട്ടുകളും അവാർഡും വാങ്ങിച്ചു തന്നതും ശ്രേയ ഘോഷാലിന് അവാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ജയചന്ദ്രൻ സാറ്. പക്ഷേ ഈ സിമിലാരിറ്റീസ് ഇത് പറയുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ആണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത്? ഞാൻ വിചാരിക്കാറുള്ളത് ശ്രേയാജി എന്ന് പറയുന്നത് അത്രയും ഒരു ലെജൻഡറി, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിംഗറാണ്.
അവരുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ലാംഗ്വേജിൽ പോയി പാടുന്ന സമയത്ത് മണിക്കൂറുകളോളം വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ലാംഗ്വേജ് അത്ര പെർഫെക്റ്റ് ആക്കി എടുക്കാൻ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ഗായകർക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ. ഞാനൊരു ഫാനാണ് അവരുടെ. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മളൊരു പടി മുകളിലേക്ക് എത്തി എന്നുള്ള ഒരു പ്രൊമോഷൻ പോലെയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം വരുന്നത് ചിലപ്പം ഞാൻ പാടിയ പാട്ടുകൾ ശ്രേയാജി പാടിയതാണെന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പം ചില പാട്ടുകളൊക്കെ. പക്ഷെ പിന്നീടത് ഈ കളിമണ്ണിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പാടിയിട്ടുണ്ട്. അപ്പം ആൾക്കാർക്കൊക്കെ സംശയം തോന്നുന്നു ഇത് ഏത് വോയിസ് ആണെന്ന്. ഉണ്ടായിരുന്നു. പക്ഷെ ആ അനുപല്ലവി പോർഷനിൽ കുറച്ച് വോയിസ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ആ ഒരു അമ്മയുടെ ഒരു മെച്യൂരിറ്റി വരുത്തണം എന്നുള്ള രീതിയിൽ കുറച്ച് വോയിസിൽ കുറച്ച് എക്സ്ട്രാ മെച്യൂരിറ്റി വരുത്തിയിട്ടാണ് പാടിയത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പക്ഷെ ലാലി ലാലി എന്നുള്ള ആ ഒരു പോർഷനൊക്കെ കുറച്ച് സിമിലർ ആയിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും ഇതേപോലെ ശ്രേയാജിയാണ് പാടിയത് വിചാരിച്ചു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് കുറച്ച് പാട്ടുകൾ പാടിയതിനു ശേഷം അത് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ജയചന്ദ്രൻ സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും അങ്ങനെ കണക്ട് ചെയ്യും. അതെ അതെ അതെ. പക്ഷെ അത് അതിൽ ഏറ്റവും പോപ്പുലർ ആയത് മൃദുല പാടിയ പാട്ടായിരുന്നു എന്നുള്ളതാണ്. അതെ അതെ, അത് വലിയൊരു അത്ഭുതമാണ്. ശ്രേയാജിയുടെ പാട്ട് അതിലുണ്ടെങ്കിൽ പോലും ഈ ഒരു പാട്ടാണ് പോപ്പുലർ ആയത്. പക്ഷെ എനിക്ക് ആ പാട്ടും വളരെ ഇഷ്ടമുള്ളൊരു മലയാളികളുടെ ശ്രേയ ഘോഷാലാണ് നിങ്ങൾ. സത്യത്തിൽ അങ്ങനെ പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സുഖമുള്ള വോയിസാണ് രണ്ടുപേരുടേതും. നിങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നു, അതിലെ എല്ലാ ഭാഷകളിലും പോയി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പാട്ടല്ലാതെ എന്തൊക്കെയാ പരിപാടികൾ, എന്തൊക്കെയാണ് മൃദുല എന്ന് പറയുന്ന പേഴ്സൺ എന്തൊക്കെയാണ്? ഞാൻ ഇത്രയും സമയം സംസാരിക്കുമ്പോഴും അത് ചോദിച്ചിട്ടില്ല. പാട്ടല്ലാതെ എനിക്ക് പണ്ട് പാട്ടല്ലാതെ ആവാൻ ആഗ്രഹം ഫാഷൻ ഡിസൈനർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഠിക്കാനും ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെയാണ് ബിടെക് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചില കോസ്റ്റ്യൂംസൊക്കെ എൻ്റെ പണ്ടൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഐഡിയാസൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അതിന് പ്രോപ്പറായിട്ട് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. പണ്ട് വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത്ര നല്ല വരയൊന്നും അല്ല കേട്ടോ. ഇഷ്ടമാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, അതിന് കുറേ ഇങ്ങനെ ഡിസൈൻസ് ചെയ്യും. ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ. കാലിഗ്രഫി അല്ല, എന്താ പറയാ, അങ്ങനെ എനിക്കറിയില്ല അതിൻ്റെ ആർട്ട് ഫോമിന് എന്താ പേര് എനിക്കറിയില്ല. ഇപ്പം മലയാളം ഗാ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വട്ടാണെന്ന് വേണേ പറയാം. അപ്പം അങ്ങനെ കുറേ ബുക്കിൽ ഇങ്ങനെ കുറേ എന്തൊക്കെയോ ചെയ്യായിരുന്നു. പിന്നെ പുതിയ ഇങ്ങനെ കണ്ടുപിടിച്ച് അത് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം PD വെച്ച് അത് കണക്ട് ചെയ്ത് പിന്നെ അതൊരു ഡിസൈനായി മാറും. ഒരു ലൈൻ എന്താ പറയാ, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പണ്ട് കുറേ ബുക്കിൽ ഇങ്ങനെ കുറേ അങ്ങനെ ചെയ്യായിരുന്നു കുട്ടിയാകുമ്പോൾ. ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. ഡയറ്റ് സത്യം പറഞ്ഞ പണ്ട് ഒരുപാട് കഴിക്കുന്നത് വളരെ കൂടുതലായിരുന്നു എന്ന് വേണേ പറയാം. അതിപ്പോ ഒരു നോർമൽ പേഴ്സൺ കഴിക്കുന്ന അത്ര ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡയറ്റ് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എത്ര വയസ്സായെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരു നേരം പോലും സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റാത്ത ആളാണ്. കാരണം പെട്ടെന്ന് വിശക്കുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പലരും രാവിലെയൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ? കാരണം ഹോൾ നൈറ്റ് നമ്മൾ കഴിക്കാതെ എങ്ങനെയെങ്കിലും രാവിലെ കഴിക്കാം എന്ന് വിചാരിക്കുന്ന സമയം അപ്പം കൂടെ സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലെ കുറച്ച് എഴുത്തുകാര് വിനായക് ശശികുമാർ, BK ഹരിനാരായണൻ, സുഹൈൽ കോയ, അങ്ങനെ മോസിൻ പരാരി ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിനായകന്റെ മരുവില്ലൻ ഗോപുരങ്ങളിൽ വിനായകൻ എഴുതിയ പാട്ടല്ലേ മൃദുല പാടിക്കുന്നത്. അതേപോലെ BK ഹരിനാരായണന്റെ വിനയ് ശ്രീനിവാസനുമായിട്ട് പാടിയ ഗോപി സുന്ദറിന്റെ ഒരു സാധനമുണ്ട്, അമ്പാഴം തണലിട്ട ഇടവഴിയിൽ കുമ്മായം കുറിതൊട്ട മതിലരികിൽ എന്ന് പറയുന്ന സാധനമില്ലേ, അതിൽ ചെമ്മാനം അങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലേ, ആ സാധനം
കുറച്ചുകൂടെ പാടുവോ? നിങ്ങൾ കൊതിപ്പിച്ചത് നിർത്തല്ലേ. ഇനി ചെമ്മാനം ചൊക്കുമ്പത്തുണ വരുമോ, ഒളി മങ്ങാത്ത ചെങ്ങാത്ത ചിരി തരുമോ. ഇനി ചെമ്മാനം ചൊക്കുമ്പത്തുണ വരുമോ, ഒളി മങ്ങാത്ത ചെങ്ങാത്ത ചിരി തരുമോ. ബാക്കി കൂടെ ഒന്ന് ശ്രമിക്കാവോ? വിനീതിന്റെ പോർഷൻ ഭയങ്കര രസമാണ്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ വേറെ പിച്ചിൽ പാടാം. ഇനി ചെമ്മാനം ചൊക്കുമ്പത്തുണ വരുമോ, ഒളി മങ്ങാത്ത ചെങ്ങാത്ത ചിരി തരുമോ. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ. ഓ ഭയങ്കര രസമുള്ള ചില പാട്ടുകളാണ് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ചില പാട്ടുകൾ. ഇപ്പം ഈ ഒരു മെഴുതിരിയുടെ ഏത് ഗണത്തിലാണ് ഞാൻ പെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വാരണമായിരത്തിലെ അനൽമേലെ പനിത്തുള്ളിയില്ലേ, ആ സാധനം നമ്മൾ ഇങ്ങനെ ലൂപ്പ് കേട്ടോണ്ടിരിക്കും. ആ ലൂപ്പിലാണ് ഈ പാട്ട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അതേ റേഞ്ചിലുള്ള ഒരു പാട്ടാണ്. ശരിക്കും എത്ര കേട്ടാലും മതി വരാത്തൊരു കോമ്പോസിഷൻ ആണ്. വിദ്യാസാഗർ സാറിന്റെ മലരേഖയില്ലേ, അതേപോലെ ഒരു സാധനമാണ്. ഇങ്ങനെ ചില പാട്ടുകൾ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. മൃദുല, ഇതുവരെ നമ്മൾ ഞാൻ കുറെ പാട്ടുകൾ ചൂണ്ടുകയാണ് ചെയ്തത്. ഇത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജഡ്ജ് ചെയ്തതനുസരിച്ചുള്ള ഒരു പോക്കാണ്. മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചേട്ടന്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, എന്താ പറയാ, സെലക്ഷൻസ് എല്ലാം ഇപ്പൊ പറഞ്ഞതെല്ലാം എനിക്കും പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. നമ്മുടെ വഴികളാണത്. പക്ഷെ മൃദുലയുടെ വേറെ വഴികൾ ഉണ്ടാവാം. എനിക്ക് കുറച്ചുകൂടി ഉണ്ട്. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വേറൊരു പാട്ട് മധുര ജീവരാഗം എന്ന് പറഞ്ഞിട്ട് സുന്ദരി ഗാർഡൻസിൽ അൽഫോൺസ് സാറിന്റെ പാട്ടാണ്. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ആ മൂവിയിൽ 3 പാട്ടുകൾ ആദ്യമായിട്ടാണ് ഒരു മൂവിക്ക് വേണ്ടി 3 സോങ്സ് ഒക്കെ പാടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പാട്ടുകൾ തന്നെ വളരെ കുറച്ച് 1-2 പാട്ടുകളൊക്കെ ഉള്ള മൂവീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പാട്ടിന് പ്രാധാന്യമുള്ളൊരു മൂവിയും കൂടിയായിരുന്നു അത്. അപ്പം അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 സോങ്സ്. മിഴിക്കോടിനുള്ളിൽ വെയിൽ പൂവുണർന്നുവോ, പുലർക്കാലമായെന്നറിഞ്ഞുവോ, ഇളം മഞ്ഞുവാതിൽ പതുക്കെ തുറന്നുവോ, മനസ്സൊന്നു മെല്ലെ പറഞ്ഞുവോ. ഒരേ വാനിൽ ഏതേതു മേഘമായി സദാ നീങ്ങും കഥകളായിരം, മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോരമായി അറിയാതെ ഈണമായി ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം താരരാരരാ മതിമോഹ സുന്ദരം. ഒരു പാട്ടും കൂടെ പറയട്ടെ. ഈ അടുത്ത് തങ്കമണിയില് BT അനിൽകുമാർ എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്. കുറച്ചൊരു പഴമയുടെ ഒരു സംഗതി അതിനകത്തുണ്ട്. അപ്പോ അത് ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ വില്യമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് അറിയാലോ നമുക്ക്, ദേവേട്ടന്റെ കൂടെ പാടിയിരുന്നു. വലിയ സന്തോഷമുണ്ട് ദേവേട്ടന്റെ കൂടെ. കാതിലീറൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ, കോടമഞ്ഞും കോരി എന്നെ തേടുന്ന പോവല്ലേ, അനുരാഗമല്ലേ അതിൽ നോവുകില്ലേ, അഴകലിയുമാ കിനാവിൽ കാത്തിരിക്കില്ലേ. ഇതിന്റെ ഡയറക്ടർ അമൃതയുടെ സ്റ്റാഫായിരുന്നു രതീഷ്. BT അനിൽകുമാർ അമൃതയുടെ സ്റ്റാഫായിരുന്നു. ഞാൻ അമൃതയുടെ സ്റ്റാഫായിരുന്നു. നിങ്ങൾ അമൃതയിൽ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിലേഷൻ കിട്ടിയില്ലേ? മനസ്സിലായത്. കുരുവി പാപ്പ ഇല്ലേ, അത് ഒരു കൊച്ചു സിനിമയാണ്. പക്ഷെ കുറച്ചൊരു പുതിയ കാലഘട്ടത്തിനെ അഡ്രസ് ചെയ്യുന്ന ചില സാധനങ്ങളാണ്. അതിലൊരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. അതൊരു മധുബാലകൃഷ്ണൻ കൂടെ. അതെ അതെ അതെ, അത് ഓർമ്മയുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ കുറച്ച് സാധനങ്ങളാണ് അത്. ആ മാപ്പിളപ്പാട്ടുകൾക്കൊരു വേറൊരു തന്നെ ഒരു സുഖമുണ്ട്. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതെ അതെ അതെ. അഫ്സൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട്. അതെ, അഫ്സൽക്കയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഈ കുരുവിപ്പാപ്പ ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ചെന്താമര പാടിയാൽ മതി. അത് ഒരു ഘട്ടത്തിലല്ല, അതിന് റീവാച്ചിങ്
ആൾക്കാർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ കമന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആണല്ലേ? ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വീണ്ടും വരും ഇതിനെ തേടി എന്നടിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ വീണ്ടും വന്നവര് അതിനിടയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സുഖമുള്ള ഒരു കുറെ പരിപാടിയാണ്. പേര് ഇപ്പൊ കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മ്യൂസിക് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. അവരിങ്ങനെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടൊക്കെ പാടിയിട്ടപ്പോൾ ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡ്യുവറ്റ് സോങ് ആണല്ലോ, പക്ഷെ ഗ്രൂപ്പായിട്ട് പാടിയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അത് നിലനിൽക്കും. അന്ന് പാടും. ഇത് ഈ പറഞ്ഞ മാതിരി ഹരിചേട്ടൻ്റെ കൂടെ ഡ്യുവറ്റ് ആയിരുന്നു. ഇത് പാടാം. ചിന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ തുന്നാരം തുഞ്ചത്ത് തന്നാടും തുമ്പിക്ക് തന്നാരം പാടി താളം മൂലാൻ. സോറി, ഏതോ ഒരു വരി വിഴുങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ. ഓക്കെ. ചിന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ പൂമരച്ചോടോ മന്ദാരത്താഴ്വരച്ചേലോ തുന്നാരം തുഞ്ചത്ത് നിന്നാടും തുമ്പിക്ക് തന്നാരം പാടി താളം മൂളാൻ ചിങ്കാര പുല്ലാങ്കുഴൽ ഹേ ചെന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ. ഈ പാട്ടൊക്കെ ഇനിയും നമുക്ക് വീണ്ടും വേണമെന്ന് ഓടും. അതെ, ഇനിയും ഓടും കുറെ കാലം. ശരിക്കും ആ കമന്റ് ബോക്സിൽ അയാളുടെ എക്സ്പ്രഷൻ കറക്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ തേടി വീണ്ടും വരും. അത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ്. പക്ഷെ ഇതൊക്കെ തേടി വീണ്ടും വരും കേട്ടോ. ചില പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മള് രണ്ടാമത് ഇൻസ്റ്റയിലേക്ക് വരുമ്പോ ഇത്രയും സുഖം ഉണ്ടായിരുന്നല്ലേ ഈ പാട്ട്, നമ്മൾ അന്ന് കേട്ട് വിട്ടതാണ്. ചിലതിങ്ങനെ ഓർപ്പിക്കും. പല പാട്ട് ഇറങ്ങുന്നത്, ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് കുറച്ച് റീച്ച് ആവും എന്നൊക്കെ വിചാരിച്ച പാട്ടായിരുന്നു. നല്ലൊരു പെപ്പി, നല്ലൊരു ട്യൂണായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് റീച്ച് ആയില്ല. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ ആളുകൾ അത് തേടിപ്പിടിച്ച് പല പാട്ടുകൾ കണ്ടുപിടിക്കാറുണ്ടല്ലോ. അതുമാതിരി ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് വലിയ സന്തോഷം തരുന്നുണ്ട്. ഈ അടുത്ത് വാലിബനില് മതപരമെഴിയോരം വസന്തത്തിൻ കാലം എന്ന പാട്ട് നമ്മുടെ പ്രീതി പിള്ള പാടിയതാ. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ പടം ഡൗൺ ആയി പോയതുകൊണ്ട് ഈ പാട്ട് കയറി വരുന്നില്ല. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ തേടി പോവും. കാരണം സുഖമുള്ള പാട്ടാണ്, അതും രസമുള്ള വരികളുമാണ്. റഫീഖ് അഹമ്മദ് സാറിന്റെ ഇതാണ്. അതിനകത്ത് ഒരു ഇറോട്ടിക് സാധനം ഉണ്ട്. മതപരമെഴിയോരം വസന്തത്തിന്റെ കാലത്തിലാണ് അവൾക്ക് വന്നത്. അപ്പം രണ്ടും കൂടെ ചേരുമ്പോൾ സംതിങ് ഹാപ്പൻഡ്. നായകനും നായികയും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നടക്കൂ എന്നുള്ളതാണ്. അപ്പോൾ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലിറിക്സ് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. എസ്പെഷ്യലി പാടാൻ പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പാട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയാലേ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പാടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു, എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. ട്യൂണും വരികളും ചേർന്നിട്ടുള്ളത് തന്നെയാണ് പാട്ട്. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പം വരികളിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. മൃദുലയ്ക്ക് പാടണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടും കൂടെ പാടും. ആകാശം ചൊരിയും നിറതാരങ്ങളുമായി പോരൂ വെൺമേഘം പോലെ നീ ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിരേന്തി ഇന്നീ മൗനം പാടി ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ദലമായി പനിനീർമലരായി വിരിയോ നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈ രാവിലൊരാലിംഗനമേകോ. ഇത് പാടിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല തല്ലി കിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും ഇത് ഓർത്ത് പാടിയത് നന്നായി കേട്ടോ. മൃദുല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ഇനിയും ഇനിയും കുറേ പാട്ടുകളിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ പേര്, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ്, പുതിയ കാലഘട്ടത്തിന്റെ എല്ലാവരും, സുഷിൻ ശ്യാം ഉൾപ്പെടെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ വോയിസ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ഉപയോഗിക്കും, തീർച്ചയായിട്ടും ഉപയോഗിക്കും. അതങ്ങനെ തന്നെ നിലനിർത്തണം. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വേറെ ഈ അടുത്ത കാലത്ത് പാടണമെന്ന് തോന്നിയിട്ടുള്ള, ഇല്ലെങ്കിൽ മറ്റൊരു ഗായികയുടെ പാട്ട് പാടണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ ലതാജിയുടെ വലിയൊരു ഫാനാണ്.
ലതാജിയുടെ ഓരോ പാട്ടുകളും ഞാൻ ലെസൺസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് പഠിക്കാനുള്ള അതിൽ എക്സ്പ്രഷൻസും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. രസിക് ബലമാ ദിൽ ക്യൂ ലഗായാ തുസേ ദിൽ ക്യൂ ലഗായാ जैसे रोग लगाया जैसे रोग लगाया रसिक बलमा हो. നിങ്ങളിങ്ങനെ പാട്ടും പാടി സുന്ദരിയായിട്ട് ഒരുപാട് വർഷം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഒരുപാട് അവസരങ്ങൾ വരട്ടെ. നന്ദിയുണ്ട് താങ്ക് യു സംസാരിക്കാൻ. സോ മച്ച്. ചേട്ടൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാനാണെന്ന്. വീണ്ടും കൊടുത്താണ് കേട്ടോ. ഒരിക്കൽ കൂടെ കൊടുത്താൻ അവസരം കൊടുക്കുന്നു. അത് ഞാൻ ശരിക്കും മനസ്സ് തട്ടിയാണ് പറയണത്. ഇതേപോലെ നല്ല നല്ല ഇന്റർവ്യൂസിലൂടെ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കൂ. ഇനിയും ഇപ്പൊ ഞങ്ങൾ പരസ്പരം ഓക്കെ ആയിട്ടോ. ഓക്കെ ബാലൻസ്ഡ് ആയില്ലേ? താങ്ക് യു. അടിപൊളി.